അടിപൊളി അടിപൊളി പടം. മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു ചേച്ചി അടിപൊളിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ സ്പോയിലർ ആയപ്പോൾ ക്ലൈമാക്സ് നിങ്ങൾ ഞെട്ടിക്ക് പോയി. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറെ ആണല്ലോ പടത്തില്. എങ്ങനെയുണ്ട് ഉഗ്രം മേക്കിംഗ്. ഈ ഒന്ന് മലയാളത്തിൽ ഒരു വേൾഡ് ക്ലാസ് മേക്കിംഗ്. ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒരു ഫോർത്ത് പാർട്ടി പെർസ്പെക്റ്റീവ് കാണുന്ന ഒരു സിനിമ. നിങ്ങൾ വിചാരിക്കാത്ത ആളിലും വിചാരിക്കാത്ത ക്ലൈമാക്സും. സോറി എല്ലാം അടിപൊളി. പറഞ്ഞു ഗംഭീരം. ഞെട്ടിച്ചളഞ്ഞില്ലേ? എല്ലാവരും ഞെട്ടിച്ചോളൂ. എല്ലാവരും ഭയങ്കര ആവേശം. പടം ഭയങ്കര ആവേശത്തില്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിങ്ങനെ. ഒരാൾ പോലും ഇത് മറിച്ച് പറയാൻ കാണുമെന്നൊന്നുമില്ല. അത്ര ഹാപ്പി ആയിട്ട് എല്ലാവരും പോയിങ്ങനെ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അങ്ങനെ അവകാശവാദം ഉന്നയിക്കാനില്ല. എന്നിരുന്നാലും കൊള്ളാം. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. അത് രണ്ടും ഒരു സെയിം ഒരു കമ്പാരിസൺ തന്നെയാണ്. അത് വേറെ കഥയിൽ ക്യാരക്ടർ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ എല്ലാം ഒരുപോലെ തന്നെയാണ്. കുഴപ്പമില്ല. അടിപൊളിയാണ്. കിടിലം. അടിപൊളിയല്ലേ? കിടിലം. അങ്ങനെയാണല്ലോ. കുറച്ച് മതിയല്ല. ഇല്ല, കൊള്ളാം. നല്ല സിനിമ. കിടിലം. മൂവി കണ്ടു. ലൂസിഫർ നല്ലൊരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് നല്ല ഡയറക്ഷനായിരുന്നു അതിൽ. പക്ഷേ ഇതിലോട്ട് വന്നപ്പോൾ നിരാശയുണ്ട്. കാര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ നോക്കിയാലും അത് നമ്മൾ ഫുൾ പ്രൊമോഷൻ അങ്ങനെ സെറ്റപ്പ് ആയിട്ട് നടന്നതാണ്. പടം നിരാശയാണ് സത്യം പറഞ്ഞ. ഒന്നും എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല അതില്. ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ലൂസിഫറായിട്ട് കമ്പയർ ചെയ്താലും ഒന്നുമില്ല ഇതില്. ഒരുമാതിരി പടം. അത് തന്നെ ഓരോ മിനിറ്റ് വെച്ച് ഓരോ രാജ്യത്തിന്റെ ലൊക്കേഷൻ ഇങ്ങനെ മാറ്റി കാണിച്ചുകൊണ്ടിരിക്കും. വലിയ സംഭവം പോലെ വേൾഡ് ടൂർ പോലെ ഇങ്ങനെ ഓരോ 5 മിനിറ്റിൽ ഓരോ ലൊക്കേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എടുത്തു പറയാ ഒരു കണക്ഷനും ഇല്ല പടത്തിന്. ചുമ്മാ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുകയാണ്. ഉഗ്രം പടം വേറെ ലെവലാണ്. കാരണം നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ ഒന്നും കാണാതെ പോയി കാണാം. എനിക്ക് അത്രയും സസ്പെൻസ് ഒക്കെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ ഉറങ്ങാതെ വന്ന് കണ്ട ഉറക്കം പോലും കിട്ടില്ലായിരുന്നു. അത്രയും നല്ല പടമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഫാൻസിനൊക്കെ ഒരുപാട് കൂക്കി വിളിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഒരുപാട് ഹാപ്പിയാണ് സിനിമ കണ്ടതിൽ. ഭയങ്കര ബോൾഡായിട്ടാണ്. ലൂസിഫർ വെച്ചോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ബോൾഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. പുള്ളിക്കാരി ഉഗ്രാണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും അത്രയും സൂപ്പറായിട്ട് അഭിനയിച്ചേക്കണ വേറെ ലെവലാണ്. എന്തായാലും എല്ലാവരും പോയി കാണേണ്ട ഒരു പടം തന്നെയാണ്. തിയേറ്ററിൽ 450 കോടി അടുത്ത ആഴ്ച ഒരു പോസ്റ്റർ വരും. അത് ഉറപ്പാണ്. ഫാൻസിന് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ചിന്തിക്കാനൊക്കെ ഉണ്ട് പടത്തിൽ. അടിപൊളിയാണ്. സിനിമ നമ്മളെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ മലയാളത്തിലെ വലിയൊരു ചെറിയ പടം. അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എടുത്ത് പറയാനോ ഒന്നുമില്ല. ഒരു ചെറിയ പടം. അത് തന്നെയാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വേറെ ലെവലാണ്. അതായത് ഡയലോഗ് മൊത്തം സ്റ്റൈലിഷായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഡയലോഗുകൾ കുറവാണെങ്കിൽ ആക്ഷൻ സെക്കൻഡ് ഹാഫിൽ ഒരു ഒറ്റ സീന് അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പൃഥ്വിരാജ് നല്ല സ്റ്റൈലിഷായിട്ട് നിർത്തിയിട്ടുണ്ട്. മേക്കിങ്ങിലാണ് ഭയങ്കരമായിട്ട് ഇത് നോക്കിയിട്ടുള്ളത്. വേറെ ഒന്നും നോക്കിയിട്ടില്ല. എല്ലാവരും ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാവരും വന്നു പോയതേ ഉള്ളൂ. ആദ്യത്തെ പാർട്ട് തന്നെയാണ് ബെറ്റർ. അതിൽ അല്പം കൊണ്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരെയും കൊണ്ട് ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അനാവശ്യ ക്യാമിയോസ് ഒക്കെ ഓവർ സസ്പെൻസ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത് മാത്രം ഒന്നുമില്ലായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞ ഒരു ചെറിയൊരു പടം. പക്ഷേ ഇത് മാക്സിമം ഹൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തു. അത്രയേ ഉള്ളൂ. മൂന്നാം ഭാഗത്ത് കട്ട വെയിറ്റിങ്ങൊന്നുമല്ല. വന്നു തന്നെ കാണും. അത്രയായിട്ട് ലൂസിഫർ മീൻസ് ലൂസിഫറിൽ ഇവിടെ നമ്മളെ കേരളത്തിൽ കുറച്ച് കാര്യങ്ങളുള്ള രാഷ്ട്രീയം. ഇത് രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ലൊക്കേഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇൻ്റർനാഷണലായിട്ട് കുറച്ച് ഇത് തന്നെ കുറച്ച് മലയാളം തന്നെ കുറച്ചേ ഉള്ളൂ. ഹിന്ദി ഇംഗ്ലീഷ് അല്ലാതെ ലൊക്കേഷൻസ് തന്നെ പല സ്ഥലങ്ങളായിട്ടുണ്ട്. ടൂറായിരുന്നു. അപ്പോൾ ഡയലോഗ് ലാലേട്ടന് ഭയങ്കര കുറവായിരുന്നു ആരാധകരെന്ന് പറഞ്ഞാൽ. ഡയലോഗ് കുറച്ച് മതിയല്ലോ. ഡയലോഗ് മീൻസ് അതിൻ്റെ ഗാംഭീര്യം, സൗണ്ടല്ലേ. ആ ഡയലോഗ് മോഹൻലാലിൻ്റെ ഡയലോഗ് മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി കുറച്ച് പറയും പോലെ ഈ ലാംഗ്വേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി വരുന്നുണ്ട്. മുരളി ഗോപി ഭയങ്കരമായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആർക്കും ഡയലോഗ്സ് ഇല്ലെങ്കിൽ
ഡയലോഗ്സ് മീൻസ് ഇതിനകത്ത് വിഷ്വൽസാണ് ഉള്ളത് കൂടുതൽ. ഫൈറ്റിംഗ് വിഷ്വൽസാണ് ഉള്ളത്. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് ഒരു ഹോളിവുഡ് മൂവിയാണ്. പിന്നെ അടുത്ത പ്രതീക്ഷിക്കുന്നു. അടിപൊളി പടം തന്നെയാ, സൂപ്പർ പടം. ആഴ്ച പോയിക്കണ് ലാലേട്ടൻ കിടുവാരികള്. അത് അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ. കൊള്ളാം, കുഴപ്പമില്ല, നല്ലായിരുന്നു. മഞ്ജു വാര്യറിന്റെ സൂപ്പറായിരുന്നു. നല്ലായിരുന്നു. നല്ല മൂവിയാണ്. പടം കണ്ടിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നു, നല്ല പടമാണ്, എല്ലാരും പോയി കാണണം. തീർച്ചയായും. പിന്നെ അത് നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അവര്. പാൻ ഇന്ത്യ ലെവൽ മൂവി എന്നൊക്കെ പറയുന്നത് എങ്ങനെയുണ്ട്? ഉള്ളതാണോ? പറഞ്ഞു എന്താണ് ചിരിക്കാൻ സന്തോഷം കൊണ്ടാണോ? കുഴപ്പമില്ല. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര ആയില്ലെന്നാണോ അതോ ആയില്ല? ഈ ഭയങ്കര ഒരു ഹൈപ്പാണോ പടത്തിന്? എന്നാ ഓക്കെ ആണ്. ക്യാമറയും വളരെ ഷോട്ട്സ് എല്ലാം വളരെ സ്റ്റൈലിലാണ് സിനിമ ഉണ്ട്. വളരെ അതിനേക്കാളും കൂടുതലുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ സിനിമയാണ്. എല്ലാവരും ഒരു എൻ്റർടൈനർ സിനിമ. അല്ലാതെ ഒരു വലിയ കഥയായിട്ടൊന്നും ഇതിലൊന്നും നോക്കണ്ട. പക്ഷേ ഭയങ്കര എൻജോയ്മെൻ്റാണ്. മൂവി കണ്ടാണോ? എങ്ങനെയുണ്ടായിരുന്നു? ആരാ ഞെട്ടിച്ചത്? ആരായിരുന്നു? ലാലേട്ടൻ, രാജുവേട്ടനും ടൊവിനോയൊക്കെ എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി അടിപൊളിയായിരുന്നു.